വാൽക്കഷണം. അൻവറിന് മറുപടിയായി മുഖ്യമന്ത്രിക്ക് മറുപടിയായി അൻവറും നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ചൂടാറിയിട്ടില്ല. നിങ്ങൾക്കറിയാം. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നതുപോലെ മുഖ്യമന്ത്രി അൻവറിനെ വീണ്ടും കോൺഗ്രസ് ആക്കുമോ? ഈ സംശയം പലരും ഉന്നയിക്കുന്നു. കാണാം എം അഫ്സൽ തയ്യാറാക്കിയ വാൽക്കഷണം. എനിക്കറിയില്ലോ, നമ്മളീ നാട്ടുകാരനെ അല്ലോ. സമുദായത്തിൽ രണ്ട് പ്രമാണിമാര് തമ്മിൽ സ്പർദ്ധ വേണ്ടാന്നേ ഞാൻ കരുതിയുള്ളൂ. ബട്ട് യു ടെറിബിളി മിസ്റ്റേക്ക് മീ. ADGPയുടെ പണി കളയാൻ ഇറങ്ങിത്തിരിച്ച ഒരു MLA യുണ്ട് ഏറനാട്ടിൽ. നാഴികക്ക് 40 വട്ടം താൻ പാർട്ടിക്കാരനാണെന്നും കമ്മ്യൂണിസ്റ്റ് ആണെന്നും പാർട്ടിക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നയാളാണെന്നും പറയുന്ന MLA. കാര്യം വ്യക്താക്കട്ടെ. MLA പാർട്ടിക്കാരനാണെന്ന് പറയാൻ മൂപ്പര് സമ്മതിക്കുന്നില്ല. എന്താണോ വേറിട്ടൊരു അഭിപ്രായം ഉണ്ടോ ഔദക്കുട്ടിക്ക്? അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അങ്ങനെയാണോ? അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. അല്ല, അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. ചിത്രം അങ്ങോട്ട് മാറുക. കോൺഗ്രസിന്റെ വഴിയാണ്. ശരിയാണെന്ന് ഞാൻ പഴയ കോൺഗ്രസ്സുകാരനല്ലേ? എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? പറ. KPCC സെക്രട്ടറി EMS എങ്ങനെയാ സഖാവ് EMS ആയത്? അത് എങ്ങനെയായി? ഞാൻ പറയേണ്ട കാര്യമല്ല അത്. അപ്പൊ ഞാൻ പഴയ കോൺഗ്രസ്സാ, EMS പഴയ കോൺഗ്രസ് ആണ്. അപ്പോൾ അൻവർ വന്ന വഴി തീരുമാനമായി. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാളെ കുറിച്ചുള്ള അൻവറിന്റെ സംശയം ഒന്ന് തീർക്കാം. എന്താ സംശയം? ആര് പറഞ്ഞാലും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി തറപ്പിച്ച് പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടാനാണ് ചിലരിയ്ക്കുന്നതെന്നാണ് അൻവറും കട്ടായം പറയുന്നത്. അദ്ദേഹം CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. എനിക്ക് വിശ്വാസമില്ല. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിനല്ല പോയത്. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിർത്താം നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് സമാധാനമില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഇടക്കിടക്ക് നമ്മൾ കാണും.